സർവീസ് മാറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകുന്ന അതീവ സുപ്രധാനമായ ഒരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ജസ്റ്റിസ് സഞ്ജയ് കരോളും അഗസ്റ്റിൻ ജോർജും അസിഫും കൂടിയിട്ടുള്ള 3 അംഗ ബെഞ്ചിൻ്റെ വിധിയാണത്. സിംഗിൾ ബെഞ്ചല്ല, 3 അംഗ ബെഞ്ചിൻ്റെ വിധിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണത്. അതായത് ബീഹാറിലെ ഒരു വനിത, വിധവയായിട്ടുള്ളൊരു സ്ത്രീ, തൻ്റെ ഭർത്താവ് 30 വർഷത്തോളം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് തനിക്കിപ്പോൾ ജീവിക്കാൻ നിവർത്തിയില്ല. പെൻഷൻ പറ്റലല്ലോ, താൽക്കാലിക ജീവനക്കാർക്ക് പെൻഷൻ ഇല്ലല്ലോ. തൻ്റെ ജീവിതം ദുസ്സഹമാണ്, അതുകൊണ്ട് തനിക്ക് ഫാമിലി പെൻഷൻ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പട്ടാ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ആ കേസ് തള്ളിപ്പോയി. അവിടെ നിന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അവർ കേസ് കൊടുത്തൊരു വിധവയായ സ്ത്രീയാണ്. ആലോചിക്കണം, ഇന്ത്യയിൽ സംഭവിക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ വരും. നമുക്കൊരു പരിചയമുള്ള ആളല്ല. ഇവിടെ എത്രയോ സർവീസ് സംഘടനകളുണ്ട്, താൽക്കാലിക ജീവനക്കാർക്ക് സംഘടനകളുണ്ട്. ഗവേഷണ സ്ഥാപനങ്ങൾ എടുത്താൽ അവിടെ പ്രോജക്റ്റുകളിലേക്ക് ആളുകളുണ്ട്. ചെറിയ പ്രായത്തിൽ MSc അല്ലെങ്കിൽ പിന്നെ MA ഒക്കെ പാസ്സായി അല്ലെങ്കിൽ PhD ഒക്കെ എടുത്ത് വളരെ ചെറിയ പ്രായത്തിൽ പ്രോജക്റ്റുകളിൽ വരും. വന്നിട്ട് ഇങ്ങനെ പ്രോജക്റ്റ് 8ഉം 10ഉം വർഷമൊക്കെ തുടർച്ചയായി നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നിട്ട് ജോലി സ്ഥിരമാകാതെ പെൻഷനുമില്ല, ജീവിതം ഹോമിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം വലിയ ആശ്വാസം കിട്ടുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി ജഡ്ജിമാർ പറഞ്ഞിരിക്കുന്നത്. ബീഹാർ പട്ട ഹൈക്കോടതിയും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ എല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്, ഇവർക്ക് പെൻഷൻ അർഹതയുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് പെൻഷൻ അർഹതയുണ്ട്. പെൻഷൻ ഒരു ഭരണഘടനാ അവകാശമാണ്. അത് താൽക്കാലികമാണോ സ്ഥിരമാണോ ജോലി എന്ന് നോക്കി കൊടുക്കാനുള്ളതല്ല. താൽക്കാലിക ജീവനക്കാർക്കും പെൻഷൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ED എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് ED ജീവനക്കാരുണ്ട്, ആശാ വർക്കേഴ്സുണ്ട്, അംഗനവാടിക്കാർക്ക് ക്ഷേമനിധി പെൻഷനുണ്ട്. അല്ലെങ്കിലും അവർക്ക് പെൻഷൻ കൊടുക്കാൻ സ്കീം വർക്കുകൾ ഒരുപാട് രാജ്യത്തുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ, ഡ്രൈവർമാർ, പ്യൂണന്മാർ, അറ്റൻഡർമാർ, ഓഫീസ് അസിസ്റ്റന്റുമാർ, അങ്ങനെ തുടങ്ങിയ വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് വളരെ കൃത്യമായ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം കിട്ടുന്ന വലിയ ആശ്വാസമായിരിക്കും ഈ പെൻഷൻ സ്കീം. പെൻഷൻ EPF പലപ്പോഴും വളരെ നാമമാത്രമായ തുകയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൻഷൻ കിട്ടാൻ അർഹതയുണ്ടെന്ന് പറയുന്നതിൻ്റെ ഇനി തുടർ കേസുകൾ വരാൻ സാധ്യതയുണ്ട്. റെട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള, അതായത് മുൻകാല പ്രാബല്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. മുൻകാല പ്രാബല്യം ഉള്ളത് കൊണ്ടാണല്ലോ ബീഹാറിലെ ഈ വനിതയ്ക്ക് ഇത് കിട്ടുന്നത്. അല്ലെ പിന്നെ ഇനി മുതലേ ഉള്ളെങ്കിൽ പിന്നെ അവർക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുമ്പ് ജോലി ചെയ്തിരുന്നവർക്കും കൊടുക്കണം എന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് മുൻകാല പ്രാബല്യമുണ്ടോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ്. സർവീസ് ചട്ടങ്ങളിൽ, സർവീസ് പെൻഷനിൽ താൽക്കാലികമായി ജോലി ചെയ്ത കാലഘട്ടം കൂടി, ആ വർഷം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പെൻഷൻ പാറ്റേൺ കൊണ്ടുവരണം. അപ്പോൾ ഇപ്പോൾ പെൻഷൻ കിട്ടുന്നവർക്കും അവർ ഏതെങ്കിലും കാലഘട്ടത്തിൽ താൽക്കാലികമായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷെ ഒരുവിധം നല്ല പെൻഷനൊക്കെ കിട്ടുന്നവരാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ പോകില്ല, അവർ പ്രായമൊക്കെ ആയവരാണല്ലോ. പക്ഷെ അതേസമയം താൽക്കാലിക ജീവനക്കാരായി ഒരുപാട് വർഷം ജോലി ചെയ്യുകയും മറ്റ് പെൻഷൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർ കൃത്യമായി നിവേദനങ്ങൾ കൊടുത്ത് അതൊരു വലിയ ഫൈറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സുപ്രീം കോടതി വിധി ഇനി ബീഹാറിലേക്ക് വേണ്ടി മാത്രമാണോ, അത് രാജ്യത്ത് എല്ലായിടത്തും നടപ്പിലാക്കുമോ? ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കാരണം സുപ്രീം കോടതികളിൽ വിധി വരുമ്പോൾ അത് ആ പർട്ടിക്കുലർ ഗവൺമെൻറ് എന്ത് ചെയ്ത് കളയുമെന്ന് വെച്ചാൽ അവർക്ക് മാത്രം, ഇപ്പോൾ പട്ടായിലെ ആ വിധവാ സ്ത്രീക്കും മാത്രം കൊടുക്കും. പക്ഷേ അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളൊരു കേസിന് പോകണം. അത് ഒരു വല്ലാത്തൊരു സുഖമില്ലാത്ത കാര്യമാണ്. എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള വിധിയാണോ, അതിന് വിധി പകർപ്പ് വരുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ. അതേസമയം ഈ പർട്ടിക്കുലർ കക്ഷി കേസ് കൊടുത്തവർക്കുള്ള വിധിയാണോ, അതോ ആ ഗവൺമെൻറ്റിനോടുള്ള ഡയറക്ഷനാണോ, ബീഹാർ ഗവൺമെൻറ്റിനുള്ള ഡയറക്ഷനാണോ, എങ്കിൽ പിന്നെ മറ്റ് ഗവൺമെൻറ്റുകളോട് ഇത് എങ്ങനെ ഡയറക്ഷൻ വേണോ വേണ്ടേ, അങ്ങനെ ചോദ്യങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അതിശക്തമായി ഇതിനെ എതിർത്തു. താൽക്കാലിക ജീവനക്കാർക്ക് കൂടി പെൻഷൻ കൊടുത്താൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത വരും എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ സാമ്പത്തിക ബാധ്യത കോടതിയുടെ പരിഗണനയല്ല. ഇവിടെ ഭരണഘടനയും നീതിയും ന്യായമൊക്കെ നോക്കുന്ന സ്ഥലമാണ്. പണം നോക്കുന്ന സ്ഥലം നിങ്ങളുടെ ഖജനാവാണ്. നിങ്ങളുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് പറയണം പൈസ ഉണ്ടോ ഇല്ലയോ നോക്കാൻ.
ഇവിടെ വന്നിട്ട് പൈസ ഉണ്ടോ ഇല്ല എന്ന് പറയരുത്. ഇവിടെ പറയേണ്ടത് ന്യായവും അന്യായവും ആ അന്യായം തീർക്കാനുള്ള സ്ഥലവും നീതിയും നീതിബോധവും ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് കോടതി. ഇവിടെ വന്നിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുത്തില്ല, അല്ലെങ്കിൽ കൊടുത്താൽ ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യത വരും എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമല്ല. അത് നിങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ അത് എടുക്കുന്നില്ല എന്ന് കോടതി പറഞ്ഞു. വളരെ ശക്തമായ ഒരു നിലപാടാണ് കോടതി ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി മാനുഷിക പരിഗണനയുള്ള ഈ വിഷയത്തിൽ ഇത്രയും കൃത്യമായ ഒരു ഉത്തരവെടുത്തത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ ഇപ്പോൾ ഇനി മുതൽ ഔദാര്യമല്ല, അവകാശമാണ് എന്നാണ് ഈ 3 ജഡ്ജിമാരും ജസ്റ്റിസുമാരും കൂടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലും അതിൻ്റെ അനുരണനങ്ങൾ ധാരാളമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഡ്രൈവർമാർ, പിയൂണന്മാർ, അറ്റൻഡർമാരൊക്കെ വർഷങ്ങളായി ജോലി ചെയ്യുകയും യാതൊരു പൈസയും കിട്ടാതെ അവസാനം അവരാരെങ്കിലും വാങ്ങിയ ഒരു ട്രോഫിയോ മൊമെന്റോയോ ഒരു ചായ വാങ്ങിച്ച് കൊടുത്താൽ അതും കൊണ്ട് പോകുന്നതല്ലാതെ യാതൊരു ജീവിതം ഹോമിക്കപ്പെടുന്ന പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമാണ് ഈ വിധി. ഇങ്ങനെ മാനുഷിക മുഖമുള്ള, മനുഷ്യപ്പറ്റുള്ള, മാനവിക സൂചികയിലൂന്നിയ വിധികളും സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇത് വളരെ വലിയൊരു കാര്യമാണ്. ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യയിലെ താൽക്കാലിക ജീവനക്കാർക്ക് വളരെ വലിയ ഒരു ആശ്വാസമാണ്. പെൻഷൻ അവർക്കും കൊടുക്കണം. എത്ര വർഷം ജോലി ചെയ്തു എന്ന് കണക്കാക്കി അവർക്കും വാങ്ങിച്ച ശമ്പളത്തിന് തുല്യമായിട്ടുള്ള പെൻഷൻ അവർക്കും അർഹതയുണ്ട്. അവർക്കും ആ പെൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് പുതിയ നിലപാട്. ഇനി ഇതിനനുസരിച്ച് രാജ്യത്ത് നിയമങ്ങൾ കൂടി വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലും സെൻട്രലിലുമൊക്കെ ഇത് നടപ്പിലാക്കേണ്ടതുണ്ട്. ഇതുവരെ ഇറങ്ങിപ്പോയവർ, ജോലി ചെയ്തിട്ട് ഇറങ്ങിപ്പോയവർക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഈ പറയുന്ന പർട്ടിക്കുലർ ലേഡിക്ക് അല്ലെങ്കിൽ വനിതയ്ക്ക് അവരുടെ ഭർത്താവ് ജോലി ചെയ്ത പഴയകാല ജോലിയുടെ ക്ലെയിമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കൊടുക്കണമെന്ന് കോടതി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജോലി ചെയ്തവർക്ക് കൊടുക്കണം എന്നുള്ള തന്നെയാണ്. ഒരു അന്യായം ഇവിടെ നടക്കാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ ഈ വിധി വളരെ മനോഹരമാണ്. നമുക്കത് കാത്തിരുന്ന് കാണാം. ഏതൊക്കെ സ്റ്റേറ്റുകൾ, സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ നടപ്പിലാക്കുമെന്നുള്ളത് നോക്കാം. എന്തായാലും മനോഹരമായൊരു വിധിയാണ് വന്നിരിക്കുന്നത്. താൽക്കാലിക ജീവനക്കാർക്കും അന്തസ്സായി പെൻഷൻ കാലത്ത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രായം കഴിഞ്ഞാൽ എല്ലാവരും പെൻഷൻ പറ്റുന്ന കാലത്ത് ഈ താൽക്കാലിക ജീവനക്കാർക്കും കൃത്യമായൊരു ജീവിത സായാഹ്നം കൂടുതൽ വസന്തമാക്കാനുള്ള സാധ്യത ഇതിലൂടെ തെളിഞ്ഞു വരികയാണ്. സുപ്രീം കോടതി ചെയ്തത് മനോഹരമായ, ബൃഹത്തായ, സന്തോഷം നൽകുന്ന ഒരു വിധിയാണ്.